വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിലേക്ക് കുരിശിന്റെ വഴി നടത്താൻ അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് അനുമതി നിഷേധിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതെങ്കിലും ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോയ് ഉൾപ്പെടെ നിരാശ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നു. ഒടുവിൽ സേക്രഡ് ഹാർട്ട് പള്ളി പരിസരത്ത് തന്നെ ചടങ്ങുകൾ നടത്തി. ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് സേക്രഡ് ഹാർട്ട് പള്ളിയിലേക്കാണ് കാലങ്ങളായി കുരിശിന്റെ വഴി നടത്താറുള്ളത്. വിശ്വാസികളുടെ സൗകര്യം കൂടി പരിഗണിച്ച് ഡൽഹിയിൽ ഓശാന ഞായർ ദിവസം തന്നെ കുരിശിന്റെ വഴി സംഘടിപ്പിക്കാറാണ് പതിവ്. ഇത്തവണ അനുമതി നിഷേധിക്കപ്പെട്ടതോടെ പള്ളിയിലെ മൈതാനിയിൽ തുടങ്ങിയ കുരിശിന്റെ വഴി പള്ളിമുറ്റത്ത് അവസാനിച്ചു. നിശ്ചയിച്ച പോലെ പ്രതിഷ്ഠണം നടത്താൻ കഴിയാത്തതിൽ നിരാശയെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ ചടങ്ങ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രസംഗിച്ചു. ഞെട്ടിക്കുന്ന സംഭവമെന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സംഘടനയായ CAAD പ്രതിഷേധക്കുറിപ്പിൽ പറഞ്ഞു. മലയാളികളും ഇവിടും എല്ലാ റീജിയൻ ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാരും ഇതിൽ വരുന്നതാണ്. അങ്ങനെ ഒരു അനുമതി കിട്ടാത്തപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? അതൊരു നല്ലൊരു വിഷമം പിടിച്ച കാര്യമാണല്ലോ ഇത്. ന്യൂനപക്ഷ വിരുദ്ധ നീക്കമാണ് ഡൽഹിയിൽ ഉണ്ടായത് എന്ന് CPM ചൂണ്ടിക്കാട്ടി. ആർക്കും ബോധ്യപ്പെടാത്ത ന്യായങ്ങളാണ്. ക്രമസമാധാനം പ്രശ്നം, ട്രാഫിക് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ന്യൂനപക്ഷ വിരുദ്ധമായ ഭരണ തീരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. സുരക്ഷാ കാരണങ്ങൾ മാത്രമാണ് അനുമതി നിഷേധിക്കാൻ ഇടയാക്കിയത് എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല. അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല. സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ്. ഡൽഹിയിലെ വലിയ വിഭാഗം മലയാളികൾ ഉൾപ്പെടെ ആരാധനയ്ക്കെത്തുന്ന പള്ളിയാണ് സേക്രഡ് ഹാർട്ട്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.